അഷ്ടമുടിക്കായലിലെ അന്നനട. കോട്ടയം നഗരത്തിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ തല നിവർന്ന് നിൽക്കുന്ന 2 പേരേ ഉള്ളൂ. ആ ശാസ്ത്രി റോഡിലെ PT ചാക്കോട് ഒരു പ്രതിമയ്ക്കും പിന്നെ ഇവിടെ ഒരു ഗാന്ധിജിക്കും. ബാക്കി എല്ലാം മേലെ തിരിവെച്ച് ചിരിതൂകും പെണ്ണല്ലേ, വേണം കൂഴൽ വേണം ഉറവ വേണം. നമുക്ക് ജില്ലാ വൈസ് ആൾക്കാർ ഒന്ന് വേഗം ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാം. കോട്ടയംകാരനാണ്, കോട്ടയത്തിൻ്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അക്ഷരനഗറിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ജില്ലക്കാരും വേഗം ഒന്ന് സ്വാഗതം ചെയ്ത് ആർക്കുണ്ടെന്ന് അറിയാലോ. എന്നിട്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും എനർജി ഏത് ജില്ലക്കാർക്കാന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഓക്കെ ആണോ? അങ്ങ് തെക്കൂന്ന് തുടങ്ങിയാലോ, പത്മനാഭന്റെ മണ്ണിൽ നിന്ന് എത്തിച്ചേർന്നേക്ക് ചാടി എഴുന്നേറ്റ് തിരുവനന്തപുരം തിരുവനന്തപുരം ഭയങ്കര ഗ്രോത്താണ്. ഇത് വേറെ ലെവലിലേക്ക് പോകും. വേറെ കൊല്ലം അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരിക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമായോ. കൊല്ലം എങ്ങനെയുണ്ട് ഇപ്പൊ? കൊല്ലത്തിന്റെ പ്രത്യേകത എന്താ? എന്തോ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട. അതിന്റെ പ്രത്യേകത കൊല്ലത്ത് വന്നാൽ നമുക്ക് അവിടെ വീട് പോലാണ് എന്നാണ്. ആണോ? അഡ്രസ്സൊക്കെ തന്നിട്ട് പോകണം, ഇടയ്ക്ക് താമസിക്കണ്ട. പിന്നെ വേറെന്താ പ്രത്യേകത? കേരളത്തിൽ ഏറ്റവും നല്ല ഫിഷ് കിട്ടുന്ന ഫുഡ് കിട്ടുന്ന സ്ഥലം അത് ഞങ്ങൾ സമ്മതിക്കൂല. മത്സ്യസമ്പത്ത്, കാഷ്യൂനട്ട്. പിന്നെ ഏറ്റവും അധികം ഗവൺമെന്റ് എംപ്ലോയീസ് ഇപ്പോൾ വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ്. ഏറ്റവും അധികം കോമ്പറ്റീറ്റീവ് എക്സാമിന് കയറി വരുന്ന പിള്ളേര് നിങ്ങൾ കൊല്ലത്തെ ഏത് പോസ്റ്റാ പോയി നോക്കിക്കോ, 10 ഫുൾ A+ മേടിച്ച കൊച്ചിന്റെ ഫോട്ടോ ഉണ്ട്. കോമ്പറ്റീറ്റീവ് എക്സാമും ട്യൂഷൻ സെന്റർ സംഭവം അല്ല. കൊല്ലം വേറെ ലെവലിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്പലങ്ങളുടെയും പള്ളികളുടെയും നാട്. പോരട്ടെ പത്തനംതിട്ട സ്വാമിയേ ശരണമപ്പ ധർമ്മ. യെസ് പാട്ട് പോട്ടെ. ശബരിമല പോട്ടെ. പത്തനംതിട്ടയുടെ പ്രത്യേകത എന്താ? ശബരിമല ഉണ്ട്. പിന്നെ ഏറ്റവും അധികം തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള ജില്ല കേരളത്തിൽ. ഏറ്റവും അധികം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിനെ നോക്കിക്കോ. അതെ, ഏറ്റവും അധികം വരുമാന സാധ്യതയുള്ളത് ആരോഗ്യ നഗരി നിങ്ങൾക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാങ്കുകളുടെ ബ്രാഞ്ച് ഉള്ള സ്ഥലം എവിടാ? തിരുവല്ല. ഏറ്റവും അധികം അൺക്ലെയിംഡ് പൈസ കിടക്കുന്ന, അതായത് ഇൻഷുറൻസിന്റെ ക്ലെയിം ഇല്ലാതെ കിടക്കുന്ന പൈസ കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലം എവിടെയാ? തിരുവല്ല. ഇന്ത്യയിലെ എല്ലാ ലക്ഷറി കാറിന്റെയും ഷോറൂം ഉള്ള സ്ഥലം തിരുവല്ല. പത്തനംതിട്ട. നിങ്ങൾ വേറെ ലെവലാ. ഏറ്റവും കൂടുതൽ പിള്ളേർ മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലവും ഏറ്റവും ചെറുപ്പക്കാർ കുറവുള്ള സ്ഥലവും ഇപ്പോൾ പത്തനംതിട്ടയാണ്. കുറച്ച് ഏരിയയിലൊക്കെ പിള്ളേരേ ഇല്ല. പല വീട്ടിലും പ്രായമുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും 2 പട്ടുകുട്ടി. എന്തിയായി വള്ളംകളിയുടെയും വെള്ളംകളിയുടെയും ആലപ്പുഴ വന്ന് കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാലെ കൊട്ടു വേണം കൂഴൽ വേണം ഉറവ വേണം. സാധാരണ അമരത്തുന്ന തോന്നുന്നത് ഫ്രണ്ടിൽ കയറി വലിച്ചു തോന്നുന്നത് അതിന് ലീഡറാ. കയ്യിലെടുത്ത് ഉള്ള ആലപ്പുഴ നമ്മുടെ മത്സ്യസമ്പത്ത് അല്ലേ. എല്ലാം കൂടെ ഏറ്റവും എന്നെ ഭംഗി ആലപ്പുഴ അല്ലേ. എന്നെ നല്ല ആൾക്കാരാണ്. സൂപ്പർ സ്ഥലം. ശരിക്കും ടൂറിസ്റ്റ് ഒക്കെ നന്നായിട്ട് എടുക്കേണ്ട സ്ഥലമാണ്. പക്ഷെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. നമുക്ക് നോക്കാം, ശരിയാക്കി എടുക്കാം. ആലപ്പുഴക്കാർക്ക് നല്ലൊരു കയ്യിലോട്ട് സാധിച്ചത് വേറെ നിർത്തി കേട്ടോ അല്ലേ. ഇനി നമ്മുടെ സ്വന്തം അക്ഷരനഗരി ഒന്ന് എഴുന്നേറ്റ്. അക്ഷരങ്ങളുടെ നാട്, ഏറ്റവും അധികം പത്രങ്ങൾ, ആദ്യത്തെ പത്രം, ആദ്യത്തെ കോളേജ്, സ്കൂള്, ആദ്യത്തെ സംസ്കൃത സ്കൂൾ നമ്മുടെ ചാവറാച്ച് തുടങ്ങിയൊക്കെ കോട്ടയത്താ. എന്ത് പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേരും രാക്കുളി. നാടാണോ? കോട്ടയത്തിന്റെ പ്രത്യേകത എന്താ? റബ്ബർ 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 റബ്ബർ. വിലയുണ്ടോ? ഇല്ല ഇപ്പൊ പറയണ്ട. ഇപ്പൊ അക്ഷരനഗരി. പിന്നെ സാക്ഷരത. നന്നായി മലയാളം പറയും. വെറുതെയാ. നമ്മുടെ എന്നതാ നന്നായിട്ട് എനിക്കൊന്ന് നല്ലതായിട്ട് മലയാളം പറഞ്ഞാൽ പത്തനംതിട്ട ആറന്മുള സൈഡിലുള്ളവരൊക്കെ കുറച്ചുകൂടെ നല്ല എനിക്ക് തോന്നുന്നു. ബാക്കി നമ്മുടെ മലയാളം അച്ചടി ഭാഷ എന്ന് പറയുന്നേ ഉള്ളൂ. നമ്മൾ നല്ല മലയാളം അല്ല കേട്ടോ. ഞാനും അതെ നല്ല നമ്മൾ എന്നാന്നൊക്കെ പറയും. പിന്നെന്താ കോട്ടയത്തിന്റെ പ്രത്യേകത? കോട്ടയം നഗരത്തിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ തല നിവർന്ന് നിൽക്കുന്ന 2 പേരേ ഉള്ളൂ. ആ ശാസ്ത്രി റോഡിലെ PT ചാക്കോട് ഒരു പ്രതിമയ്ക്കും പിന്നെ ഇവിടെ ഒരു ഗാന്ധിജിക്കും. ബാക്കി എല്ലാം കേരളത്തില് നിങ്ങൾ ഇന്ന് പോകരുത്.
ഒരു 7:30 കഴിയുമ്പോൾ നിങ്ങൾ കോട്ടയം ടൗണിലോട്ട് വരണം. കോട്ടയം ടൗൺ ഉറങ്ങിപ്പോവും. 7:30 കഴിയുമ്പോൾ ഇവിടെ കട പോലും ഇല്ല, 2 തട്ടുകടയല്ല, ഒരു സാധനം ഇല്ല. സത്യം പറയുക, കഴിഞ്ഞ 30 കൊല്ലമായിട്ട് കോട്ടയം ടൗണിൽ യൂത്തിന്റെ പോപ്പുലേഷൻ കൂടുന്നില്ല. നിങ്ങളിലാണ് പ്രതീക്ഷ. ഇനിയൊരു അംഗത്തിന് ബാല്യം ഉണ്ടോ? ഞാൻ മോട്ടിവേഷൻ തരാം. ഓക്കെ. പക്ഷേ കോട്ടയത്ത് ഒരുപാട് നന്മകളുണ്ട്. നമുക്ക് കടൽ തീരമോ കാര്യമില്ലാതെ ചുറ്റും നമ്മൾ ജില്ലകളാൽ നിൽക്കുന്നതാണ്. പക്ഷേ സ്നേഹം കൊണ്ടും നന്മ കൊണ്ടൊക്കെ ഒരുപാട് നന്മകളുള്ള, ഒരുപാട് ഏറ്റവും അധികം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ഏറ്റവും അധികം സ്കൂളുകളും കോളേജുകളുമുള്ള, പഠിക്കുന്ന പിള്ളേർക്ക് ഏറ്റവും അധികം ഗൈഡൻസ് കൊടുക്കുന്നത്. പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ ഏറ്റവും അധികം നേഴ്സുമാർ. ആ നേഴ്സുമാർ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കോട്ടയത്താ എന്നായിരിക്കും മിക്കവാറും പിള്ളേർ പറഞ്ഞത്. അത്രയും പിള്ളേരെയൊക്കെ നമ്മൾ ലോകത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. കോട്ടയംകാർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. ഞാൻ സംഭാവനക്കുറിച്ച് അഭിമാനിക്കുന്നല്ലോ. യെസ്. ഇനി ആരാ? ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്, മലമേലെ തിരിവെച്ച് ചിരിതൂകും പെണ്ണല്ലേ ഇവളാണ്. ഒരു സംശയമില്ല, ഏറ്റവും സുന്ദരമായ നാട്. അവിടെ പോയിട്ട് ശ്വസിക്കുമ്പോൾ തന്നെ വേറൊരു ലെവലല്ലേ, വേറെ എനർജി. അത്ര ശുദ്ധമായ വായുവാണ്. ശരിക്കും നമ്മുടെ അനുഗ്രഹമാണ്. നമുക്ക് ഏറ്റവും അധികം വിളകൾ നൽകുന്ന, ഏറ്റവും അധികം സമ്പന്നത നൽകുന്ന ഒരു ജില്ല തന്നെയാണ്. ഇന്ന് ഒരുപാട് പിള്ളേർ അവിടുന്ന് പഠിച്ച് മുന്നേറി കയറി വരുന്നുണ്ട്. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇടുക്കിക്കാർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹമാണ് ഇടുക്കിക്കാർക്ക്, അന്യായ സ്നേഹം. അവർ ഭയങ്കര എപ്പോൾ പോയാലും പിന്നെ സ്നേഹിച്ച് ഞെക്കിക്കൊല്ലുന്ന ടീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. സത്യമല്ലേ? ഇനി ഒരാളൂടി ഉണ്ടല്ലോ. ആരാ അത്? നമ്മുടെ സിനിമയുടെ നഗരം, ലക്ഷറിയുടെ നഗരം, സൗന്ദര്യത്തിന്റെ നഗരം, എല്ലാം കൊണ്ടും അടിച്ചുപൊളിയുടെ നഗരം. നമ്മുടെ എറണാകുളം എന്ത് 1, 2 എറണാകുളം 4. അതേ വരുന്ന കണ്ട. എറണാകുളം മൊത്തത്തിലൊരു പോഷ, മൊത്തത്തിലൊരു ഗ്ലാമർ, കാണാൻ നല്ല ലുക്ക്, അല്ലെങ്കിൽ മൊത്തത്തിൽ റിച്ച് ആണ്.